ഹലോ ഫ്രണ്ട്സ്, ജിൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. കുറേ വർഷമായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുകയായിരുന്നു. വീണ്ടും ഈ വർഷം മുതൽ പറ്റുന്നത്രയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതുന്നു. സമയപരിധിയും അതുപോലെ തന്നെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് വീഡിയോ കൂടുതലും അപ്ലോഡ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം. ഇനി മാക്സിമം എഡിറ്റിംഗ് വർക്കുകൾ കുറച്ചിട്ടുള്ള വീഡിയോ, അത് ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്ന കണ്ടൻറ്റുകൾ ഈ യൂട്യൂബ് ചാനൽ വഴി അപ്ലോഡ് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് രീതിയിലാണ് പോകുന്നത്. ഒന്ന് ടെക്നിക്കലും ട്രിക്സും അതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസുകൾ ഈ ജിൻഫോടെക് എന്ന് പറഞ്ഞ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ യൂട്യൂബ് ട്യൂട്ടോറിയൽസ്, അതായത് സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഉപകാരപ്രദമാകുന്ന യൂട്യൂബ് ട്യൂട്ടോറിയൽസും ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ChatGPT എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അതായത് നിലവിലെ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ഫീച്ചേഴ്സുകൾ കൂടി വരികയാണ് ദിനം പ്രതി. നമ്മൾ ലാസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ChatGPT ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ആ ആപ്ലിക്കേഷൻസിൻ്റെ ഫീച്ചേഴ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് ChatGPTയുമായിട്ട് ഇപ്പോൾ സംസാരിക്കാമെന്നുള്ള കഴിവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫേസ് കൂടി ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പക്ഷേ വരും ദിവസങ്ങളിൽ കംപ്ലീറ്റ്ലി നമ്മളെ കാണുവാനും സംസാരിക്കുവാനും എല്ലാ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഫീച്ചേഴ്സും ChatGPTയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഗ്രോത്ത് വെച്ചിട്ടുള്ള എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മളുടെ മൊബൈലിലോ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ വഴി നമുക്ക് ChatGPTയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ട്യൂട്ടോറിയലാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇത് ചിലപ്പോൾ പരിചിതമായിരിക്കാം, പക്ഷേ അറിയില്ലാത്തവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇപ്പോൾ ChatGPT നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണ് ChatGPT ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ആൻഡ്രോയിഡിൽ ChatGPT ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അതിന് ആദ്യമേ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുക, ChatGPT എന്ന് സെർച്ച് ചെയ്യുക. അതിൽ വരുമ്പോൾ ChatGPT OpenAI എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ കാണാം. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ കഴിയുമ്പോൾ അത് ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൽ ലോഗിൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരും. ഇത് ലോഗിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ലോഗിൻ ആയിട്ടുണ്ടാവും. നമ്മുടെ ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, സമ്മറൈസ് ചെയ്യാം, അനലൈസ് ചെയ്യാം, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതിലിപ്പോൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ, ക്രിയേറ്റ് ആൻ ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഒരു ഇമേജ് ജനറേറ്റ് ആവും. ക്രിയേറ്റിംഗ് ഇമേജസ് എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമേജസ് കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഇമേജസ് കിട്ടും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള പറഞ്ഞിട്ട് ഒരു സിമ്പിൾ പ്രോംപ്റ്റാണ് കൊടുത്തത്. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹാപ്പി ന്യൂ ഇയർ 2025 ജിൻഫോടെക് എന്നുള്ളൊരു രീതിയിലുള്ളൊരു ഇമേജ് ജനറേറ്റ് ചെയ്ത് കാണാം. നമുക്കിത് സേവ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്ത് വാട്സപ്പിൽ ഉപയോഗിക്കാം. ഇനി ഇതേപോലെ വീഡിയോ ജനറേഷൻസ് ഉണ്ട്. വീഡിയോ ജനറേഷനും കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ അതിന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം പ്ലസ്സിലേക്ക്. ഓക്കെ, അതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഇതിനകത്തുള്ളൊരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മളൊരാളുമായിട്ട് സംസാരിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ChatGPTയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ അതിന് കുറച്ച് ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ചാറ്റിംഗ് ആണെങ്കിലും ഇതിനാണെങ്കിലും കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്. ഫ്രീ ലിമിറ്റ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. അത് മൈക്കിന് അലോ കൊടുക്കണം. ഹായ്. Hey Prajin, how's it going? Yeah, going good. What's the climate in my area? It's currently partly cloudy in Kerala. In Thiruvananthapuram, it's 28 degrees Celsius. In Kochi, it's 29 degrees Celsius and cloudy. Sorry, I'm in Calicut, and it's near to Pullurampara. What's the climate here? In Pullurampara, it's currently 81 degrees Celsius with some clouds. Tomorrow, you can expect considerable cloudiness with a high of 92 degrees Celsius. Yeah. Can you speak in Malayalam? Malayalam, in this high Merde. എന്തൊക്കെ സഹായം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും?
നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ സംസാരിക്കാനോ എന്തോ ഒരു വിഷയം ചർച്ച ചെയ്യാനോ ആണോ? അതെ, ഇപ്പോഴുള്ള ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോഴത്തെ ഉപകരണങ്ങൾ ഇന്ധനക്ഷമത, പരിസ്ഥിതി സൗഹാർദ്ദത എന്നിവയിൽ ഏറെ മുന്നേറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെക്നോളജി മെച്ചപ്പെട്ടതുകൊണ്ട് ദൂരം കൂടി ചാർജിംഗ് സമയം കുറയുകയും കാറുകളുടെ ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ കൂടുതൽ വികസിച്ചിരിക്കുന്നുണ്ട്. കേരളത്തിൽ നിർത്തുക, നിർത്തുക, ഇലക്ട്രിക് നിർത്തുക, നിർത്തുക. എനിക്ക് ഒരു പുതിയ മോണിറ്റർ വാങ്ങണം. ഏതാണ് നല്ല മോണിറ്റർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? നിങ്ങൾക്ക് ഏതിനായി മോണിറ്റർ വേണമെന്നുള്ളത് കണ്ടു? വീഡിയോ എഡിറ്റിങ്ങിനോ ഗെയിമിങ്ങിനോ അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്നതാണോ? എനിക്ക് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയാണ് കൂടുതലും. പ്രോഗ്രാമിങ്ങിനായി 24 ഇഞ്ച് അല്ലെങ്കിൽ 27 ഇഞ്ച് മോണിറ്ററുകൾ നല്ല തിരസമതകയും വ്യത്യസ്ത കോഡുകൾ കാണുന്നതിനുള്ള കൂടുതൽ സ്ഥലം നൽകും. ഡെൽ U2720Q, LG 27UK850 അല്ലെങ്കിൽ ASUS ProArt PA278QV പോലുള്ള മോഡലുകൾ നല്ലവയാണ്. 4K നന്ദി, റെസൊല്യൂഷനും നന്ദി, മികച്ച നന്ദി, കളർ പൊസിഷനും കൂടിയവയാണ്. നന്ദി. താങ്ക് യു. സന്തോഷം. നിങ്ങൾക്ക് വേണ്ടിയതെങ്കിലും എപ്പോഴും സഹായിക്കാൻ ഞാനുണ്ടാകും. ഓക്കെ, ബൈ. ശരി, പിന്നീട് കണക്കാം. ബൈ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. മലയാളത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏറെക്കുറെ നേരത്തേക്കാളും വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജസ് ചില രീതിയിൽ ടെക്സ്റ്റായിട്ട് വന്നത് ചില രീതിയിൽ തെറ്റാണ്, ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇംഗ്ലീഷും മലയാളവും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. ജസ്റ്റ് മോണിറ്ററിനെ കുറിച്ച് ചോദിച്ചതും ക്ലൈമറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് തെറ്റാണ്. ആക്ച്വലി ക്ലൈമറ്റ് 90 ഡിഗ്രി ഫാരൻഹീറ്റ്, ഓൾമോസ്റ്റ് ഫാരൻഹീറ്റാണ് വരുന്നതെങ്കിലും പക്ഷേ സെൽഷ്യസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് ചെറിയൊരു മിസ്റ്റേക്കാണ്, പക്ഷേ എന്നാലും പ്രശ്നമില്ല. ഡേറ്റ വരുന്നത് കറക്റ്റായിട്ടാണ്. ആദ്യമേ 28 ഡിഗ്രി 29 ഡിഗ്രി വന്നു, പിന്നീടത് ഫാരൻഹീറ്റിൽ ടെസ്റ്റിൽ ഇൻപുട്ട് വന്നപ്പോൾ അത് വോയിസിൽ വന്നത് ഫാരൻഹീറ്റിന് വരെ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിൽ മാത്രമേ വന്നുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു എഡിറ്റിങ്ങിലുള്ള കുറച്ച് പരിമിതികൾ ഇതിനകത്തുണ്ടാകും. കാരണം മാക്സിമം വീഡിയോ ഞാൻ എഡിറ്റിങ് ഒഴിവാക്കിയിട്ടുള്ള യൂട്യൂബ് അപ്ലോഡിങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. സമയപരിധി കൊണ്ട് മാക്സിമം റെക്കോർഡിങ്ങിൽ തന്നെ കറക്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂട്ടോറിയൽ കണ്ടൻസ് വേണമെങ്കിലോ നിങ്ങൾക്ക് ഇതിൻ്റെ താഴത്ത് കമൻസ് ആയിട്ട് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന് പ്രതീക്ഷിച്ചതോടുകൂടി ബൈ.